ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി 2023. കാലാവസ്ഥാ വിവരങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇത്രയും ചൂട് രേഖപ്പെടുത്തിയ വർഷം ഉണ്ടായിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 ഭൂമിയിലെ ശരാശരി സമുദ്രോപരിതല താപനില 1.18 ഡിഗ്രി കൂടിയിരിക്കുകയാണ്. 20ാം നൂറ്റാണ്ടിലേതിനേക്കാൾ കൂടുതലാണിത്. ഇതിനു മുൻപ് ഏറ്റവും ചൂടുകൂടിയ വർഷമായ 2016 0.15 ഡിഗ്രിയാണ് കഴിഞ്ഞ വർഷം വർദ്ധിച്ചിരിക്കുന്നത്. 2023 8 മാസവും ചൂട് ആഗോളതലത്തിൽ കൂടുതലായി രേഖപ്പെടുത്തിയിരുന്നു. 2023 ഡിസംബറാണ് ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഡിസംബർ. 20ാം നൂറ്റാണ്ടിലെ ആഗോള ഉപരിതല താപനിലയേക്കാൾ ചൂട് കഴിഞ്ഞ വർഷം കൂടി. 1.43 ഡിഗ്രിയാണ് കഴിഞ്ഞ വർഷം ആഗോള ഉപരിതല താപനിലയായി രേഖപ്പെടുത്തിയത്. 1950 ശേഷം 10 ചൂടുകൂടിയ വർഷങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2024 ആദ്യ 2 മാസം പിന്നിട്ടപ്പോൾ ചൂട് കൂടുകയാണ്. 2020-2022 വർഷങ്ങൾക്കിടയിൽ 3 ലാനിനയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. എന്നിട്ടും ചൂട് കൂടിയെന്നത് ആശങ്കാജനകമാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. 2024 ജനുവരിയും ലോകത്ത് ഏറ്റവും ചൂട് കൂടിയ ജനുവരിയായി മാറി. പസഫിക് സമുദ്രത്തിൽ നിലവിൽ ചൂട് കൂടിയതുമൂലമുള്ള എൽ നിനോയാണ്. ജൂണിന് ശേഷം ന്യൂട്രലിലേക്ക് പോകുന്ന എൽ നിനോ സെപ്റ്റംബറോടെ ലാനിനയിലേക്ക് മാറുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. പസഫിക് സമുദ്രത്തിൽ ചൂട് കുറയുന്നുണ്ടെങ്കിലും മറ്റു സമുദ്രങ്ങളിലെ ചൂട് വർദ്ധിച്ചു നിൽക്കുന്നതാണ് ആഗോള കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്നത്. ഭൂമിയിലെ ചൂടിൻ്റെ 90% കടലിലെ ചൂടാണ്. ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കം വേഗത്തിലാകുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മനുഷ്യരുടെ ഇടപെടൽ കാരണമാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ചൂട് അതിവേഗം വർദ്ധിക്കുന്നത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.